Hi children, welcome to Best Eduhub online classes. ഇന്ന് 10th ക്ലാസ് മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പോളിനോമിയൽസ്. നമ്മളതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി 9th നിങ്ങൾ സെയിം ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 3 വീഡിയോസ്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണണം, വാച്ച് ചെയ്യണം. ബിക്കോസ് ഈ ചാപ്റ്റർ ആയാലും ഇനി അങ്ങോട്ടുള്ള മാത്തമാറ്റിക്സിലെ ചാപ്റ്ററിലൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻസിലും അതുപോലെ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന മിസ്റ്റേക്സ് ഒക്കെ, സാധ്യതയുള്ള മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക, നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരും. ഓക്കെ, സോ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം തന്നെയാണ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് എ പോളിനോമിയൽ. നമ്മളിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ട് ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കണം. ഒന്നുകൂടെ നമുക്ക് ആ പഴയ കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ പോളിനോമിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. an expression containing variables and coefficients. That's the first sentence അല്ലേ. എക്സ്പ്രഷൻ മീൻസ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതാണ്, സപ്പോസ് x² minus 5x plus 3 എന്ന് എഴുതി. This is an expression, this is a statement, right? So this is a polynomial. How can we say that it's a polynomial? This expression involves a variable. X is a variable. It can be y, a, b, c, whatever. നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് x എന്നുള്ള വേരിയബിൾ ആണ്. ഓക്കെ, സോ x എന്നുള്ള വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. It involves variable and coefficient. എന്താണ് ഈ coefficient എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ നമ്പേഴ്സ് ആണ്. It can be integers, it can be fractions, anything. Fractions ഒക്കെ അറിയാലോ, 1/2, 2/3 എന്നൊക്കെ പറയുന്ന ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ്. So coefficients can be fractions or integers, anything. It can be positive integer, negative integer, whatever, no problem. Okay, so ഈ തന്ന എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? 3 എന്ന് എഴുതിയിട്ടുണ്ട്. Suppose instead of 3 you are getting suppose 1/5, no problem. Okay, this is a polynomial itself, no problem. Okay, what is the second condition? Operation involved must be what? Either multiplication, addition or subtraction. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഓപ്പറേഷൻ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഡെഫിനിഷനിൽ. മൾട്ടിപ്ലിക്കേഷൻ ആവാം, അഡിഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, പക്ഷെ ഡിവിഷൻ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു ടേം നമ്മൾ അവിടെ ഒഴിവാക്കിയത്. നോക്കാം, അതിന്റെ മീനിങ് ഇത്രയും വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ എഴുതാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഞാനിവിടെ സബ്ട്രാക്ഷൻ എഴുതിയിട്ടുണ്ട്, അതുപോലെ അഡിഷനും എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എഴുതാം. മീൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതാണ് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് പ്ലസ് 1. ഇതൊരു പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചാൽ പോളിനോമിയൽ ആണ്. വൈ? ബിക്കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ടേം സെപ്പറേറ്റ് ഉണ്ട്, എക്സ് പ്ലസ് 1 ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. സോ this is a group, so this is a single term. So what is the operation between these two terms? This is multiplication. Nothing means a bracket is there means operation is multiplication. So it can be multiplication. But division പാടില്ല എന്ന് പറഞ്ഞാൽ മീനിങ് ഇത്രയേ ഉള്ളൂ. Suppose I am writing x divided by x minus 1. This is not a polynomial. എന്ത് എഴുതിയാലും അതൊരു പോളിനോമിയൽ ആണെന്ന് വിചാരിക്കരുത്. If it is given in the form of a fraction, അല്ലെ, fraction numerator divided by denominator എന്നുള്ള ഫോമിലാണ്. So if division is the operation, this cannot be a polynomial. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ക്വസ്റ്റൻ തന്നു കഴിഞ്ഞാൽ കണ്ണടിച്ച് പറയരുത്, അതിന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ x² ഡിവൈഡഡ് ബൈ x ഞാൻ എഴുതി. ഇപ്പൊ നമ്മൾ തോന്നും ഇത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം അല്ലേ, ഇതൊരു ഫ്രാക്ഷൻ ഫോം അല്ലേ, സോ ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ എന്ന് പറയരുത്. കാരണം ഇത് നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. x² means I know it is x multiplied by x whole divided by x. So 1x gets cancelled. So what is the final simplified expression? Simplified expression എന്ന് പറയുന്നത് simply an x. അല്ലേ, there is no numerator by denominator, there is no fraction form. So this is a polynomial again. Okay, so final simplified expression ഇതുപോലെ ഒരു ഫ്രാക്ഷൻ ഫോമിലാണ് കിട്ടുന്നതെങ്കിൽ എന്താ പറയാൻ പറ്റില്ല, അതൊരു പോളിനോമിയൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. And what is the third condition? The exponent of the variable must be a non-negative integer. Integer നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റിജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് നമ്പേഴ്സും ആവാം, സീറോ ആവാം. അല്ലെ, നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് അപ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി, 0, അതുപോലെ -1, ബാക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ -3, -4, ഈ പറയുന്ന എല്ലാ നമ്പേഴ്സ് എന്താണ്? ഇന്റിജേഴ്സ് ആണ്. But the exponent of the variable should be a non-negative integer. Non-negative എന്ന് വെച്ചാൽ
നെഗറ്റീവ് ആവാൻ പാടില്ല, ബാക്കി എല്ലാ ആൾക്കാരും ആവാം. ഇറ്റ് മീൻസ് ദ എക്സ്പോണന്റ് ക്യാൻ ബി 0, can be 1, 2, 3, anything. All the positive numbers can be the exponent, or 0 also can be the exponent of the variable. Variable means ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ x ആണ് വേരിയബിൾ, ഇവിടുത്തെ എക്സ്പോണന്റ് എന്താണ് 2 ആണ്, ഇവിടുത്തെ എക്സ്പോണന്റ് x ന്റെ എക്സ്പോണന്റ് എത്രയാണ് 1 ആണ്. So it should be a non negative integer. Suppose for an example ഞാൻ എഴുതാണ്, suppose I'm writing here p of x equal to, I'm writing x raised to 1/3 minus 5x. ഇതൊരു പോളിനോമിയൽ ആണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ. വൈ? ബിക്കോസ് ഹിയർ വാട്ട് ഈസ് ദ എക്സ്പോണന്റ് 1/3 ആണ്. 1/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആണ്, ഇറ്റ്സ് നോട്ട് എ ഇൻറ്റിജർ, റൈറ്റ്? സോ ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ അഗൈൻ. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പോളിനോമിയൽസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ, ആവശ്യമുള്ളതെന്നല്ല, എല്ലാം ആവശ്യമുള്ള പോയിന്റ്സ് ആണ്, എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തെടുക്കുക. നൗ നമ്മൾ പോളിനോമിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പെട്ടെന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, അതായത് 9th പഠിച്ചിട്ടുള്ള തന്നെയാണ് എത്ര തരത്തിലാണ് നമുക്ക് പോളിനോമിയൽസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. പോളിനോമിയൽസിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, സപ്പോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അതായത് ഒരു പോളിനോമിയലിന്റെ എക്സ്പ്രഷൻ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ടേംസ് എഴുതാം. ടേംസ് മീൻസ് ദ ടേംസ് ആർ സെപ്പറേറ്റഡ് ബൈ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ സൈൻ, അല്ലെ? അതും നമ്മൾ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. അപ്പോൾ എത്ര ടേംസ് ആണ് ഒരു പോളിനോമിയൽ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് ആ പോളിനോമിയലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഓരോ ആൾക്കും ഒരു പേരുണ്ടല്ലോ, അതുപോലെ പോളിനോമിയൽ നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോണോമിയൽ എന്നുള്ളതാണ്. മോണോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മോണോ ആക്ട് എന്നൊക്കെ പറയാറില്ലേ. മോണോ എന്ന് വെച്ചാൽ സിംഗിൾ എന്നല്ലേ. സോ മോണോമിയൽ മീൻസ് ഇറ്റ് ഇസ് എ പോളിനോമിയൽ വിത്ത് ഓൺലി വൺ സിംഗിൾ ടേം. ഫോർ എക്സാമ്പിൾ p of x equal to 3x എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 3x എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആണ്. So there is a single term in this polynomial, so this is called as a monomial. Okay, see നമ്മളൊരു പോളിനോമിയൽ എഴുതുമ്പോൾ സാധാരണ എഴുതുന്നത് p of x എന്നാണ്. p means പോളിനോമിയലിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. നമ്മളത് വായിക്കുക പോളിനോമിയൽ in x or polynomial of x. So you have to write p then bracket x, p of x. See ബാക്കി എഴുതില്ല എക്സാമ്പിൾ p of x equal to x square എന്ന് ഞാൻ എഴുതി. This is again what a monomial. Monomial എന്ന് വെച്ചാൽ നാം എത്ര ടേംസ് ഉണ്ടെന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. p of x equal to 5 എന്ന് പറയുന്ന ഒരു സിംഗിൾ നമ്പർ മാത്രമാണ് ഞാൻ എഴുതിയത്. ഇതും ഒരു പോളിനോമിയൽ തന്നെയാണ്. ഓക്കെ, വെറുതെ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അവിടെ x ഇല്ലല്ലോ, അത് പോളിനോമിയൽ അല്ല എന്ന് വിചാരിക്കരുത്, പോളിനോമിയൽ ആണ്. This is a polynomial. Actually, what is there any variable here? There is a variable. Means if you want, you can say there is a variable x with exponent of 0. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു the exponent of the variable should be non-negative integer. Non-negative എന്ന് വെച്ചാൽ നെഗറ്റീവ് ആവാൻ പാടില്ല എന്നേ ഉള്ളൂ, അല്ലേ? Exponent can be 0. So exponent 0 ആയി കഴിഞ്ഞാൽ what is x raised to 0? Anything raised to 0 means that is equal to 1. So what I'm saying, if you want, you can imagine that there is a 1 here. Means 5 into 1. It is 5 only anyways, right? This 1 can be replaced as what? X raised to 0. അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇതെന്താണ്, ഒരു x raised to 0 ഒരു ടേം ഉണ്ട്. നമ്മൾ അങ്ങനെ എഴുതില്ല, നമ്മളൊരു സിംഗിൾ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാലും നമ്മൾ പറയും അതൊരു പോളിനോമിയൽ തന്നെയാണെന്ന് പറയും. സോ വാട്ട് ഇസ് ദ ലാസ്റ്റ് എക്സാമ്പിൾ? p of x equal to x raised to 100. ഒറ്റ സിംഗിൾ ടേം ഉള്ളൂ, സോ ഇറ്റ്സ് കോൾഡ് ആസ് എ മോണോമിയൽ. What is the second classification? That is binomial. Bi means രണ്ട്, അല്ലേ? So a polynomial with two terms is called binomial. I have written some examples here. p of x equal to x minus 1. അല്ലേ, എത്ര ടേംസ് ഉണ്ട്? രണ്ട് ടേംസ്, because there is a minus sign here. So before this sign you can see one term, after this sign you can see one term. So there are two terms. Second example, x square plus x. Third example, 3x raised to 5 minus 7x cube. All these are actually containing how many terms? Two terms. So this is again a binomial. Then what is a trinomial? Tri means we know it is 3, not 2, it is 3. So polynomial with 3 terms is called trinomial. I've given some examples. p of x equal to x cube minus 5x plus 1. No problem. It contains how many terms? 3 terms. Again, p of x equal to x square plus 3x plus 6 is again called what? A trinomial. So number of terms നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോളിനോമിയൽസിന്റെ പേര് വിളിക്കാം. ആ പേരുകളാണ് മോണോമിയൽ, ബൈനോമിയൽ ആൻഡ് ട്രൈനോമിയൽസ്. പോളിനോമിയൽസിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ, അല്ലെ? അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? ഒരു പോളിനോമിയലിന് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നതായിരിക്കും. ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
തന്ന എക്സ്പ്രഷനിൽ എക്സിന്റെ മാക്സിമം പവർ എത്രയാന്ന് നോക്കുക. അതാണ് ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സ്പ്രഷൻ എഴുതാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ എഴുതാണ് എക്സ് റേസ് ടു 4 പ്ലസ് 3x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി. ഇതിന്റെ ഡിഗ്രി എത്രയാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, എക്സ്പ്രഷനിലേക്ക് നോക്കുക. എക്സിന്റെ മാക്സിമം പവർ എത്രയാണ്, എക്സ്പോണന്റ് എത്രയാന്ന് നോക്കുക. ഇവിടെ എത്രയാണ്, 4 എന്നല്ല മാക്സിമം നമ്പർ കാണുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഹിയർ? ഇറ്റ് ഈസ് 4. അതാണ് ആകെ അത്രയേ ഉള്ളൂ. സോ ആ ഡിഗ്രിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോളിനോമിയൽസിന് പേര് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബേസിക് 4 പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ദ വെരി ഫസ്റ്റ് ടേം ഈസ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇവിടെ നമുക്ക് ഡിഗ്രീന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പോളിനോമിയൽ. കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് വെച്ചാൽ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് ഡിഗ്രി ഈക്വൽ ടു 0 മീൻസ് എക്സിന്റെ എക്സ്പോണന്റ് എത്രയാണ്, 0 ആണ്. എക്സിന്റെ എക്സ്പോണന്റ് 0 ആവുന്ന വെച്ചാൽ നമ്മൾ എക്സ് റൈസ് 0 എന്ന് എഴുതണം. എക്സ് റൈസ് 0 എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയാണത്, 1 എന്നല്ല എഴുതുക അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് നമ്മൾ സാധാരണ ഇവിടെ എഴുതാറില്ലല്ലോ. എന്ന് വെച്ചാൽ എക്സിന്റെ ഒരു ടേം നമുക്ക് ആ എക്സ്പ്രഷനിൽ കാണാൻ പറ്റില്ല. മീൻസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് ഞാൻ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ് കാണുന്നുണ്ടോ? ഇല്ല. എക്സ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, എക്സിന്റെ എക്സ്പോണന്റ് അതായത് പവർ എത്രയാണ്, 1 ആണെന്നാണ് മീനിങ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഓക്കെ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ പോളിനോമിയൽ ആണ്. ആ ലീനിയർ പോളിനോമിയൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി 1 ഉള്ള പോളിനോമിയൽ വിളിക്കുന്നതാണ്. ഫസ്റ്റ് പറഞ്ഞത് ഡിഗ്രി 0 ഉള്ള പോളിനോമിയൽ ആണ്. പിന്നെ ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിന്റെ പേര് വിളിക്കുന്നതാണ് ലീനിയർ പോളിനോമിയൽ. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സി പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3. എക്സിന്റെ മാക്സിമം പവർ എത്രയാണ്, 1 ആണ്. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. നമ്പർ എന്ന് വെച്ചാൽ അവിടെ എക്സിന് എക്സ്പോണന്റ് ഇല്ല എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഒറ്റ സിംഗിൾ ടേമേ ഉള്ളൂ. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒറ്റ സിംഗിൾ ടേം ആണ് ഉള്ളത്. സിംഗിൾ ടേം ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനൊരു പേരും കൂടെ വിളിക്കാം. എന്താണ്, മോണോമിയൽ. So this is a monomial. Why? Because it contains only one term. Okay, and again it is a linear polynomial because it is having what degree 1. Okay, ഇവിടെ നോക്കി കഴിഞ്ഞാൽ how many terms are there? 2 terms are there. So you can call it as a binomial with degree 1 means it is a linear polynomial. അതുപോലെ അടുത്ത എന്താണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ പ്രത്യേകത എന്താണ്, ഡിഗ്രി ഈക്വൽ ടു 2 ആണ്. അതായത് എക്സിന്റെ മാക്സിമം പവർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കി പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സിന്റെ മാക്സിമം പവർ 2 ആണ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 5, എക്സിന്റെ മാക്സിമം പവർ 2 ആണ് ഇവിടെയും. അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ എക്സിന്റെ മാക്സിമം പവർ 2 കാണാം. അടുത്തത് ഡിഗ്രി 3 ഉള്ള പോളിനോമിയൽ ആണ്. അതിനെ വിളിക്കുന്ന പേര് ക്യൂബിക് പോളിനോമിയൽ ആണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാം, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. അടുത്തത് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് പ്ലസ് 5x പ്ലസ് 1. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ എക്സിന്റെ മാക്സിമം പവർ 3 ആണ്. സോ ഇറ്റ് ഇസ് കോൾഡ് എ ക്യൂബിക് പോളിനോമിയൽ. സോ വാട്ട് ആർ ദ നെയിംസ്? കോൺസ്റ്റന്റ് പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. വളരെ ഈസിയാണ്. ശ്രദ്ധിച്ച് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ നമ്മൾ പോളിനോമിയൽസിന്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞല്ലോ അല്ലെ. ക്ലാസിഫിക്കേഷൻസ് 2 തരത്തിലുണ്ട്. ഒന്ന് നമ്പർ ഓഫ് ടേംസിനെ ബേസ് ചെയ്തിട്ട്, മറ്റൊന്ന് ഡിഗ്രിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. What is the definition for degree of a polynomial? Degree means what? The maximum power or the maximum exponent of the variable is called degree of that particular polynomial. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടാമത് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റന്റ് പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ, ഈ വക സാധനങ്ങളുടെ ജനറൽ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ക്വാഡ്രാറ്റിക് ആണ് അല്ലെങ്കിൽ ക്യൂബിക് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പറ്റുക എന്നുള്ളതാണ് അല്ലെ. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് കോൺസ്റ്റന്റ് പോളിനോമിയൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം. സോ വാട്ട് ഈസ് ദ ജനറൽ ഫോം, എങ്ങനെയാണ് അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. സി പി ഓഫ് എക്സ് ഈക്വൽ ടു കെ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഒന്നൊരാൾ എഴുതി, അല്ലെങ്കിൽ 2 എന്ന് എഴുതി, 3 എന്ന് എഴുതി. ഇതൊക്കെ എന്താണ്, കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. സോ വാട്ട് ഈസ് എ ജനറൽ ആയിട്ട് നമുക്ക് എന്ന് പറയാം, പി ഓഫ് എക്സ് ഈക്വൽ ടു കെ. വാട്ട് ഈസ് കെ? കെ ഈസ് എനി കോൺസ്റ്റന്റ്. ഇറ്റ് ക്യാൻ ബി എനി കോൺസ്റ്റന്റ്, ഇറ്റ് ക്യാൻ ബി എനി റിയൽ നമ്പർ. ഓക്കെ, അത് ഫ്രാക്ഷൻ ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എനി റിയൽ നമ്പർ ഈസ് ഓക്കെ. അടുത്ത എന്താണ്, ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ നമ്മൾ എന്താണ് പറഞ്ഞത്, പി ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സിന്റെ മാക്സിമം എക്സ്പോണന്റ് എത്ര ആയിരിക്കണം, 1 ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. സോ വാട്ട് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ? ആദ്യം തന്നെ എന്തുണ്ടാവണം, എക്സ് ഉൾപ്പെടുന്ന ഒരു ടേം ഉണ്ടാവണം. അപ്പോൾ എക്സിന്റെ ഒരു ടേം നിർബന്ധമായിട്ട് വേണം. മാക്സിമം പവർ 1 ആവാൻ പാടുള്ളൂ. സോ എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ ലീനിയർ പോളിനോമിയൽ. മാക്സിമം പവർ 1 പാടുള്ളൂ.
സോ എക്സിന് ഒരു ടേം ഉണ്ടാവണം, അതിനൊരു കോഎഫിഷ്യന്റ് ഉണ്ടാവണം, എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ എ ആൻഡ് ബി ആർ വാട്ട് എനി കോൺസ്റ്റന്റ്. ബട്ട് അവിടെ ഒരു ഇമ്പോർട്ടന്റ് കണ്ടീഷൻ ഉണ്ട്, ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. വാട്ട് ഈസ് ദ കണ്ടീഷൻ? എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അപ്പൊ തന്നെ നമ്മൾ ചോദിക്കണം വാട്ട് ഹാപ്പൻസ് ഇഫ് എ ഈക്വൽ ടു 0? എ 0 എന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, എ 0 ആവാന്ന് വെച്ചാൽ ഒരു നമ്പർ 0 ആണെങ്കിൽ ആ 0നെ നമ്മൾ എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ സംഭവിക്കുക? 0 into x becomes 0 എന്ന് വെച്ചാൽ ഈ ടേം ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥ വരില്ലേ? ഈ ടേം അവിടെ ഇല്ലെങ്കിൽ ബാക്കി എന്താ ഇപ്പൊ ഉണ്ടാവുക? പി ഓഫ് എക്സ് ഈക്വൽ ടു ബി. ബി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇതെന്ത് പോളിനോമിയലായിട്ട് മാറി? അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയലായിട്ട് മാറി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ട് കണ്ടീഷൻ പറയുന്നത് എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. വാട്ട് അബൌട്ട് ബി? ക്യാൻ ഇറ്റ് ബി 0? യെസ്, ഇറ്റ് ക്യാൻ ബി 0 ബിക്കോസ് ബി 0 ആയി കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്. ആ നമ്പർ, ആ കോൺസ്റ്റന്റ് 0 എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ എന്താ ബാക്കിയുള്ളത്? എ എക്സ് എന്നല്ലേ? എന്ന് വെച്ചാൽ എക്സ് മാത്രം ഉൾപ്പെടുന്ന ടേം ആണ്. ഇപ്പോഴും നമ്മുടെ വേരിയബിളിന്റെ മാക്സിമം പവർ എത്രയാണ്? 1 തന്നെയാണ്. സോ again it is what? A linear polynomial because the maximum power is 1. So b can be 0 but a can't be 0. Okay, so അടുത്തത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എങ്ങനെയാണ് അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? എന്തായിരിക്കണം അത്? ഫസ്റ്റ് എക്സിന്റെ മാക്സിമം പവർ 2 എന്നല്ലേ പറഞ്ഞത്. സോ എക്സിന് 2 പവർ ആയിട്ടുള്ള ഒരു ടേം ഉണ്ടാവണം, അതിനൊരു കോഎഫിഷ്യന്റ് ഉണ്ടാവണം. ആ കോഎഫിഷ്യന്റ് നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് എ, വേറൊന്നുമില്ല. അതുപോലെ എക്സ് സ്ക്വയറിന്റെ ടേം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സിന്റെ പവർ ഒന്ന് കുറഞ്ഞിട്ടുള്ള ടേം, അതായത് എക്സിന്റെ പവർ 1 ഉള്ള ഒരു ടേം, അതിലെന്തെങ്കിലും ഒരു കോഎഫിഷ്യന്റ് ഉണ്ടാവും. ആ കോഎഫിഷ്യന്റ് നമ്മൾ ജനറലി ബി എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? സി. സി എന്ന് വെച്ചാൽ അവിടെ എക്സിന്റെ ടേം ഒന്നുമില്ല. ആദ്യം എക്സിന്റെ പവർ 2 ആയിരുന്നു, അടുത്ത ടേമിൽ എക്സിന്റെ പവർ 1 ആയിട്ട് എഴുതി, അടുത്തതിൽ എക്സ് ഇല്ലാത്ത ടേം എഴുതി. അത് സി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ഇവിടെ നമ്മൾ മുകളിൽ എഴുതുമ്പോൾ ഞാൻ താഴെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. മീൻസ് എ, ബി ആൻഡ് സി ആർ വാട്ട്? എനി കോൺസ്റ്റന്റ്സ്, ബട്ട് എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഇവിടെയും കണ്ടീഷൻ ഉണ്ട്. വൈ? ബിക്കോസ് ഇഫ് എ ഈക്വൽ ടു 0, വാട്ട് ഹാപ്പൻസ് ഇഫ് എ ഈക്വൽ ടു 0? എ 0 മീൻസ് ഈ ടേം ഇവിടുന്ന് ഡിസപ്പിയർ ആവും. ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? ബി എക്സ് പ്ലസ് സി എന്ന് ബാക്കിയിൽ ഉണ്ടാവുള്ളൂ ഇഫ് എ ഈക്വൽ ടു 0. സോ ബി എക്സ് പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇത് ഏത് ഫോർമാറ്റിലേക്ക് വന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി മീൻസ് എക്സിന്റെ മാക്സിമം പവർ 1 ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ അത്? ലീനിയർ പോളിനോമിയൽ. സോ the coefficient of x square should not be equal to 0 in this condition. Okay, see അടുത്ത എന്താണ്? A cubic polynomial. Cubic polynomial means the exponent or the maximum power of the variable should be how much? 3 ആണ് വരിക അല്ലേ? അതിന്റെ ജനറൽ ഫോം എന്താ വരിക? ആദ്യം x ക്യൂബിന്റെ എക്സിന്റെ പവർ 3 ആയിട്ടുള്ള ടേം, അതിനൊരു കോഎഫിഷ്യന്റ് a എന്ന് വിളിക്കുന്നു. അടുത്തത് എക്സിന്റെ പവർ 2 ആയിട്ടുള്ള ടേം, അതിനൊരു കോഎഫിഷ്യന്റ് b. പിന്നെ ഉള്ളത് എക്സിന്റെ പവർ 1 ആയിട്ടുള്ള ടേം, അതിനൊരു കോഎഫിഷ്യന്റ് c എന്ന് ജനറലി വിളിച്ചു. പിന്നെ ലാസ്റ്റ് എക്സ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ആയിട്ടുള്ള ഒരു നമ്പർ ഉള്ള ടേം. ഓക്കെ, സോ എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി, വേർ എ നോട്ട് ഈക്വൽ ടു 0. വാട്ട് അബൌട്ട് ബി? നോ പ്രോബ്ലം, ഇറ്റ് ക്യാൻ ബി 0. വാട്ട് അബൌട്ട് സി? ഇറ്റ് ക്യാൻ ബി 0. വാട്ട് അബൌട്ട് ഡി? ഇറ്റ് ക്യാൻ ബി 0. ബട്ട് എ കാൺട്ട് ബി 0. ഈ ഒരു കണ്ടീഷൻ എല്ലാവരും കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം. ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റണം. ഈ ജനറൽ ഫോം കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും വേണം. അടുത്ത മറ്റൊരു ചെറിയൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മെന്റ് ബൈ വാല്യൂ ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ തന്നിട്ട് ആ പോളിനോമിയലിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 3x - 5 എന്നൊരു പോളിനോമിയൽ ഞാൻ തന്നു. ഈ പോളിനോമിയൽ നമുക്ക് രണ്ട് പേര് വിളിക്കാം. ഒന്നാമത്തെ പേര് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹൗ മെനി ടേംസ് ആർ ദർ? 2 ടേംസ് ആർ ദർ. സോ ഇറ്റ് ഇസ് എ ബൈനോമിയൽ. What is the degree of this polynomial? It is 1. So you can call it as what? A linear polynomial. Just keep in mind. Anyways, p of x equal to 3x - 5 എന്ന് പറയുന്ന ഈ പോളിനോമിയലിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കാൽക്കുലേറ്റ് p of x at x is equal to 4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അതായത് p of x equal to 3x - 5 എന്ന പോളിനോമിയൽ ഞാൻ അതുപോലെ എഴുതിയ എക്സ്പ്രഷൻ. എന്നിട്ട് അവർ ചോദിച്ചത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നല്ലേ പറഞ്ഞത്? എന്ന് വെച്ചാൽ ഈ തന്ന പോളിനോമിയലിൽ എവിടെയാണോ നിങ്ങൾ എക്സ് കാണുന്നത് അവിടെ നിങ്ങൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. നോക്ക്, പി ഓഫ് എക്സ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പി ഓഫ് 4. സോ പി ഓഫ് 4 ഈക്വൽ ടു വാട്ട്? 3x മീൻസ് 3 മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ആണ്. അവിടെ എക്സിനെ നമ്മൾ 4 വെച്ച് റീപ്ലേസ് ചെയ്തു. സോ 3 into 4 12 - 5. See, 12 - 5 equal to 7. See, ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആയിരുന്നു.
പക്ഷെ നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഒരു നമ്പർ ഒരു ഡിജിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവസാനം നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു ആൻസർ കിട്ടി. ആ ആൻസർ എന്ന് പറയുന്ന ഒരു നമ്പർ, ഒരു സാധാ ഡിജിറ്റ് ഇൻറ്റീജറോ എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇൻറ്റീജർ ആവണം നിർബന്ധമൊന്നുമില്ല, എന്ത് നമ്പർ നമുക്ക് കിട്ടാം. സി ഫൈനലി നമുക്ക് എന്ത് പറയാൻ പറ്റും? വാല്യൂ ഓഫ് ദിസ് പെർട്ടിക്കുലർ പോളിനോമിയൽ at x is equal to 4 is how much? 7. So this is the value of this particular polynomial. ഇതൊരു ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. So how can you calculate value of a polynomial at a particular point? What you have to do? Simply replace the x in the given expression with the number they are asking for. Means what is the value of particular polynomial at x is equal to something. ആ സംതിങ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ നമ്പർ, ഇവിടെ ആ സംതിങ് എത്രയായിരുന്നു? 4 ആയിരുന്നു. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഫൈനലി ഒരു ആൻസർ കിട്ടി. അതാണ് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് പോളിനോമിയൽ അറ്റ് ദാറ്റ് ഗിവൺ പോയിന്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ടേം പഠിക്കാനുണ്ട്. അതാണ് സീറോ ഓഫ് പോളിനോമിയൽ. ഇതാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ദ വെരി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, സീറോ ഓഫ് എ പോളിനോമിയൽ. നമ്മൾ ഈ സീറോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാ പറയുന്ന 0, 1, 2, 3 എന്ന് പറയുന്ന ആ സീറോ എന്ന് പറയുന്ന ഇൻഡിജറിനെ കൺസിഡർ ചെയ്യരുത്. ഇവിടെ പോളിനോമിയലിന് കൊടുക്കുന്ന അല്ലെങ്കിൽ പോളിനോമിയലായിട്ട് ബന്ധപ്പെട്ട ഒരു പെർട്ടിക്കുലർ ഒരു നെയിമിംഗ് ആണ് ഈ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ സാധാ കൗണ്ട് ചെയ്യാനൊക്കെ പറയുന്ന സീറോ എന്ന് പറയുന്ന ഇൻഡിജറിനെ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, പൊതുവെ കുട്ടികളെല്ലാവരും മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഇത്. സീറോ ഓഫ് എ പോളിനോമിയൽ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൽ എക്സ് കാണുന്നിടത്തൊക്കെ കൊണ്ടുപോയിട്ട് സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതല്ല സംഭവം. ഓക്കെ, ഫസ്റ്റ് ഡെഫിനേഷൻ ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ചിലപ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള ഡെഫിനേഷൻ ഒക്കെ കാണാം. അത് നോക്കണമെന്നില്ല. നമ്മുടെ മൈൻഡിൽ വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുക. ഇത്രയുള്ള ഡെഫിനേഷൻ എന്താണ്? വാല്യൂ ഓഫ് എക്സ് അറ്റ് വിച്ച് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. വാല്യൂ ഓഫ് എക്സ് അറ്റ് വിച്ച് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അതായത് എക്സിന്റെ ഏതോ ഒരു വാല്യൂനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? സീറോ ഓഫ് എ പോളിനോമിയൽ, സീറോ ഓഫ് ദാറ്റ് ഗിവൺ പെർട്ടിക്കുലർ പോളിനോമിയൽ പേര് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് എക്സ് at which this is the condition. What is the condition? At a particular point or particular value of x, your polynomial p of x is going to be equal to 0. It means the value of p of x is going to 0. See, for example, നമ്മൾ p of x equal to x minus 2 എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്തു. ഞാൻ പറയാണ് calculate the value of this p of x at x equal to 1. നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞില്ലേ വാല്യൂ ഓഫ് എ പോളിനോമിയൽ. സോ ഞാൻ പറയാണ് at x is equal to 1, what is the value of p of x? എന്താ നമ്മൾ ചെയ്യാം? p of x ൽ എവിടെയൊക്കെ x കാണുന്നോ അവിടെയൊക്കെ ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ല, ഇവിടെ വളരെ സിമ്പിൾ ആണ്. 1 minus 2 എന്ന് വരും. എത്രയാണ് ആൻസർ വരിക? 1 minus 2 equal to -1 അല്ലേ? ഈ 1 minus 2 നെഗറ്റീവ് സബ്ട്രാക്ഷൻ അഡിഷൻ ഒക്കെ നമ്മൾ ഫസ്റ്റ് ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. സി സെക്കൻഡ് p of 2, അതായത് ഞാൻ പറയാണ് at x is equal to 2, what is the value of p of x is calculated. How much you will get? X equal to 2 you will substitute. So 2 minus 2 becomes how much? 0. Okay. അടുത്തത് മൂന്നാമത്തെ ഞാൻ പറയാണ് at x is equal to 3, what is the value of p of x? നമ്മൾ എന്താ എഴുതുക? p of 3 എന്ന് എഴുതും. x ന്റെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. So you will get 3 minus 2 equal to how much? 1 എന്ന് കിട്ടും. So ഈ മൂന്ന് വാല്യൂസ്, അതായത് x ന് നമ്മൾ 1 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ -1 ആണ്. x ന് 2 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 0 ആണ്. x ന് 3 കൊടുത്തപ്പോൾ നിങ്ങളുടെ p of x ന്റെ വാല്യൂ എത്ര കിട്ടി? 1 കിട്ടി. ഇവിടെ നമ്മൾ p of x is equal to what is the value of that p of x at x is equal to 2, നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 0 എന്ന് കിട്ടി അല്ലേ? x നെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ p of x ന്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് കിട്ടി? 0. അതായത് ആ ഗിവൺ എക്സ്പ്രഷന്റെ വാല്യൂ ഫൈനലി എവിടേക്ക് പോയി? 0യിലേക്ക് പോയി. ഈ പെർട്ടിക്കുലർ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 0 എന്ന് പറയുന്നത് അല്ലേ? സി വാല്യൂ ഓഫ് x at which p of x equal to 0. നമ്മൾ x ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ p of x എന്നുള്ള വാല്യൂ ഫൈനലി റെഡ്യൂസ്ഡ് ടു വാട്ട്? 0. So I can say x is equal to 2 is the 0 of the given polynomial. അത് എല്ലാ പോളിനോമിയൽസിനെ വേരി ചെയ്ത് കൊടുക്കും. എല്ലാ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് എന്തെങ്കിലും ഒരു 0 ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ 0 ഇല്ലാത്ത കേസും വരും. നമുക്കത് പറയാം. Okay. So what is meant by 0 of a polynomial? Value of x at which p of x equal to 0. ഇനി ഈ പോളിനോമിയൽസിന്റെ 0 കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറെ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം ഈ ഡെഫിനേഷൻ ഒന്ന് തലയിൽ കൃത്യമായിട്ടൊന്ന് ഫീഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്
എന്താണ് ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സീറോ ഓഫ് എ പോളിനോമിയൽ? ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ഒന്നും പഠിക്കാനൊന്നുമില്ല. നമ്മളിപ്പോ ഇത്ര നേരം ഒരു പോളിനോമിയലിന് സീറോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് സീറോ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ സംഭവം എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അത് പ്രകാരം നമുക്ക് വേണമെങ്കിൽ തന്ന ഒരു എക്സ്പ്രഷന്റെ ഗ്രാഫ് നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ തൊട്ട് മുകളിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്നുള്ളൊരു എക്സാമ്പിൾ. എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ എഴുതിയെടുക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ആ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. അതെങ്ങനെ നമ്മൾ സാധാരണ പ്ലോട്ട് ചെയ്യുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്നുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ ഇതുപോലെ എഴുതി നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? നമുക്കൊരു കോർഡിനേറ്റ് ആക്സിസ് ഉണ്ടാവും അല്ലെ? എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിലാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വാരിയബിൾ എപ്പോഴും എക്സ് ആക്സിസിലാണ് ഉണ്ടാവുക. ഓക്കെ, ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാരിയബിൾ, അത് എക്സ് ആവാം, വൈ ആവാം, എന്തായിക്കോട്ടെ, അത് എക്സ് ആക്സിസിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അതുപോലെ നമ്മളെ മറ്റേ വേരിയബിൾ, അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ ഏത് ആക്സിസിൽ വേണം മാർക്ക് ചെയ്യാൻ? വൈ ആക്സിസിൽ. അതുകൊണ്ടാണ് നമ്മൾ വൈ ആക്സിസിൽ എന്ത് എഴുതിയത്? പി ഓഫ് എക്സ് എഴുതുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളത്? ആദ്യം നമ്മൾ എക്സിന് എന്തെങ്കിലും ഒരു നമ്പർ ഇട്ട് കൊടുക്കണം, കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വൈന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ വൈ എന്ന് വെച്ചാലാണ് പി ഓഫ് എക്സ് എന്നുള്ളതാണ്, അതായത് വൈ ആക്സിസിലുള്ള സാധനം, അത് പി ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമ്പിളിൽ. അവിടെ നിങ്ങൾക്ക് പി ഓഫ് എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയിരുന്നു? -1 കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ഈക്വൽ ടു -1 മീൻസ് വാല്യൂ ഓഫ് യുവർ പി ഓഫ് എക്സ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ വാല്യൂ ഓഫ് എ പോളിനോമിയൽ, അത് തന്നെയാണ്. അറ്റ് എക്സ് ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ഈക്വൽ ടു -1. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 യുവർ പി ഓഫ് എക്സ് വാസ് 0. and at x equal to 3 p of x was 1 and at x equal to 4 p of x was how much? 2. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഇനി ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോ എക്സിന്റെ മാക്സിമം വാല്യൂസ് എത്ര വേണം? 1 2 3 4 വരെ വേണം. ഞാൻ എക്സ് ആക്സിസിൽ 1 2 3 4 മാർക്ക് ചെയ്തു. വൈ ആക്സിസിലുള്ള മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അതുകൊണ്ടാണ് ഞാൻ -1 മാത്രമേ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. താഴോട്ടും വാല്യൂസ് ഉണ്ട്. ഓക്കെ, -1. പിന്നെ നമുക്ക് വേണ്ടത് 0 വേണം, വൈ ആക്സിസിൽ 1 വേണം, 2 വേണം. സോ -1 0 എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പോയിന്റ് തന്നെയാണ്. 0 1 2 ഇത്രയും വാല്യൂസിന് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? എക്സ് 1 വൈ -1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. എവിടെ ഉണ്ടാവുക? x1 എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലുള്ള 1, കറസ്പോണ്ടിങ് y വാല്യൂ എത്രയാണ്? -1 അല്ലേ? സോ x1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 9ാം ക്ലാസ്സിൽ x ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയായിരുന്നു? -1 ആണ് വൈന്റെ വാല്യൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടൽ ലൈൻ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈനും കൂടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഏത് പോയിന്റ്? 1 -1 എന്ന് പറയുന്ന പോയിന്റ്. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 -1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? x2 y0. ഈ x2 y0 എന്ന് വെച്ചാൽ x ആക്സിസിൽ ഒരു വാല്യൂ ഉണ്ട്, y ആക്സിസിലുള്ള വാല്യൂ ഏതാണ്? 0. x ആക്സിസിൽ ഒരു വാല്യൂ, കറസ്പോണ്ടിങ് y വാല്യൂ 0 മീൻസ് ഇറ്റ് വിൽ ബി വേർ? ഇറ്റ് വിൽ ബി ഓൺ ദ x ആക്സിസ്. അതും നിങ്ങൾ 9th കോർഡിനേറ്റ് ജിയോമെട്രിയിൽ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഓൺ ദ x ആക്സിസ് the y value will be always what? 0. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിന്റെ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് 1 0. ഈ പോയിന്റ് എന്താണ്? 2 0. വാട്ട് ഈസ് ദിസ് പോയിന്റ്? ദിസ് ഈസ് 3 0. ദിസ് പോയിന്റ് ഈസ് 4 0. മീൻസ് ഓൺ ദ x ആക്സിസ് always the y value will be how much? 0. ഓക്കെ, സോ ഈ 2 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉണ്ടാവുക? x ആക്സിസിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ x is equal to 2 y equal to 0 എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. അടുത്ത പോയിന്റ് എന്താണ്? x3 y1 അല്ലെ? x3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, y1 എന്ന് പറയുമ്പോൾ എവിടെയാണ്? മോളോട്ടാണുള്ളത് അല്ലെ? അതായത് +1 ആണ്. സോ x3 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വെർട്ടിക്കൽ ലൈൻ മോളോട്ട് ഡ്രോപ്പ് ചെയ്തായിട്ട് എടുക്കുക, മോളോട്ട് വെർസലായിട്ട് എടുക്കുക. പിന്നെ ഉള്ളത് y1 ആണ് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഈ y1 എന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു, അവർ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്തു. ഓക്കെ, അതാണ് x3 y1 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് x4 y2. നമ്മൾ ആ പറഞ്ഞ മെത്തേഡിൽ തന്നെ x4 y2 എന്നുള്ള പോയിന്റ് എടുത്തു. ഇനി എന്താ ചെയ്യാം? ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ കാണുന്ന എല്ലാ പോയിന്റ്സ് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം അല്ലെ? കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു എന്ത് കിട്ടി? സ്ട്രെയിറ്റ് ലൈൻ കിട്ടി അല്ലെ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇത് ഏത് പോളിനോമിയൽ ആയിരുന്നു? ഈ പോളിനോമിയൽ ഒരു ലീനിയർ പോളിനോമിയൽ ആയിരുന്നു ആണല്ലോ.
ഒരു ലീനിയർ പോളിനോമിയലിനെ നിങ്ങൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് വാട്ട് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, നിങ്ങൾ ഏതൊരു ലീനിയർ പോളിനോമിയൽ എടുത്തിട്ട് അതിനെ ഗ്രാഫിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അത് മറക്കരുത്, ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മളത് ലാസ്റ്റ് എഴുതും, പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഗ്രാഫ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ ഈസ് ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാഫ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് സീറോ എന്ന് പറയുന്ന സാധനം, നമ്മൾ എന്താ പറഞ്ഞത്, ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ എന്നല്ല പറഞ്ഞത്. അപ്പൊ ഈ ഗ്രാഫ് നോക്കിയിട്ട് എവിടെയാണ് ഈ പറയുന്ന പോളിനോമിയൽ x-2 എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമ്മളിപ്പോ ഗ്രാഫ് ആക്കി മാറ്റി വെച്ചു അല്ലെ. ഇനി ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എവിടെയാണ് സീറോ ഉള്ളതെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു at x is equal to 2 your p of x was how much, 0. So this particular value x equal to 2 is called the zero of this polynomial. അപ്പൊ നിങ്ങൾ നോക്കിയേ എവിടെയാണ് ഈ 2, അതായത് x2 y0 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് ഉള്ളത്? അത് ഈ പറയുന്ന പോയിന്റ് അല്ലേ അത്, അല്ലെ? അപ്പോൾ ഈ x is equal to 2 എന്ന് പറയുന്ന 0 നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുക? ആ പോയിന്റിലായിരിക്കും നമ്മൾ പറയുന്ന ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചപ്പോ ആ സ്ട്രേറ്റ് ലൈൻ നേരെ പോയിട്ട് എക്സ് ആക്സിസ് ക്രോസ് ചെയ്ത് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് നമുക്ക് എപ്പോഴും എന്ത് കിട്ടുക, ആ പോളിനോമിയലിന്റെ സീറോ കിട്ടുക ഉറപ്പാണ്. കാരണം എന്തുകൊണ്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു, at x axis or on the x axis your y value will be 0. ആരാണ് ഈ y വാല്യൂ? നമ്മുടെ ഗ്രാഫ് അനുസരിച്ചിട്ട് y എന്ന് പറയുന്നത് ആരാണ്? p of x ആണ്. So at this particular point x is equal to 2, your p of x was how much? 0. p of x എന്ന് വെച്ചാൽ y equal to 0. y equal to 0 means it should be on the x axis. So എവിടെയാണ് നമ്മുടെ ഗ്രാഫ് x ആക്സിസിനെ കട്ട് ചെയ്യുന്നത്? This is the point where the line cuts the x axis. So that will be the zero of the polynomial. So ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോളിനോമിയലിന്റെ സീറോ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എവിടെയാണോ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്തോ ആവട്ടെ. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ടാണ് നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായത്. ഓക്കെ, ഏത് ഗ്രാഫ് ആയാലും എവിടെയാണോ ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് അതാണ് ആ പോളിനോമിയലിന്റെ സീറോ. ഗ്രാഫ് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. വേറെ എവിടെയും നോക്കണ്ട. നിങ്ങൾ ഒരു സംശയം ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ പറയുന്ന ലൈന് ഈ ഒരു പോയിന്റിൽ ആരെ കട്ട് ചെയ്യുന്നുണ്ട്? y ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ y ആക്സിസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദയവേത് അത് സീറോ ആണെന്ന് വിചാരിക്കരുത്, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. y ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ കട്ട് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ അത് മൈൻഡ് ചെയ്യേ വേണ്ട. y ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഇല്ലയോ എന്നുള്ളല്ലോ നമ്മുടെ വിഷയം. x ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അതാണ് ആ പോളിനോമിയലിന്റെ സീറോ. ഓക്കെ, നമുക്ക് അടുത്തത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫും അതിന്റെ സീറോ ഒക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ജിയോമെട്രിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഞാൻ ജനറൽ ആയിട്ട് ഒരു എക്സാമ്പിൾ p of x equal to x square minus 5x plus 6 എന്നുള്ള ഒരു പോളിനോമിയലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാം. ആദ്യമേ മനസ്സിലാക്കുക, എക്സാമിന് ഇതുപോലെ ഒരു ഗ്രാഫ് വെക്കാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് ലീനിയർ പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷന്റെ ഒക്കെ ഗ്രാഫ് മാത്രമേ എക്സാമിന് വരക്കാനുള്ളതായിട്ട് വരുള്ളൂ. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഗ്രാഫ് വരക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. നിങ്ങൾ എങ്ങനെയാണോ ലീനിയർ ഗ്രാഫ് വരച്ചത് സെയിം മെത്തേഡ് തന്നെയാണ്. അതായത് എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, p of x ന്റെ കറസ്പോണ്ടിങ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതെല്ലാം കൂടെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇവിടെ കുട്ടികളുടെ നിങ്ങളുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഓരോ വാല്യൂസ്, അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈന്റെ വാല്യൂ 6 കിട്ടിയ കാൽക്കുലേഷൻ ഇവിടെ കാണാം. എക്സിന് 1 കൊടുത്തപ്പോൾ y എങ്ങനെ 2 കിട്ടിയെന്നുള്ള കാൽക്കുലേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതുപോലെ 2, 3, 4, 5 നമ്മൾ കറസ്പോണ്ടിങ് p of x ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് പോയിന്റ് സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത് നോക്കുക. When x is equal to 2, what is the value of p of x? I was getting as 0. And when x is equal to 3, I substituted. I was getting answer or p of x as 0. See, നമ്മൾ ഇതിനെ തന്നെയാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ ഡെഫിനിഷൻ കൊടുത്തത് അല്ലേ. The value of x at which p of x is equal to 0. So I can say x is equal to 2 and x is equal to 3 are the zeros of this particular polynomial. Why? Because at this the point of x equal to 2 and x equal to 3, I was getting p of x equal to 0. So x is equal to 2 and x is equal to 3 are the zeros means നമ്മൾ എങ്ങനെ അത് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്ത് നോക്കുക. ആദ്യം ഞാൻ എന്ത് ചെയ്തു, 1, 2, 3, 4, 5 പോയിന്റ്സ് ഉണ്ട്. അതായത് x ന്റെ 0, 1, 2, 3, 4, 5 ഉണ്ടല്ലോ.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഓരോന്നും ഞാൻ എന്ത് ചെയ്തു, ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്തു. ആദ്യം x0y6 x0y6 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരിക. x0y6 എന്ന് പറയുമ്പോൾ ദാറ്റ് പോയിന്റ് വിൽ ബി ഓൺ ദ y ആക്സിസ്. നമുക്കറിയാം y ആക്സിസിലുള്ള എല്ലാ പോയിന്റ് നോക്കിയാൽ എന്താണ്, x കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ദ പോയിന്റ് 06 ഇസ് ഓൺ ദ y ആക്സിസ്. സെക്കൻഡ് ഏതാണ്, 1 2 x1 y2. നമ്മൾ എന്താ പറഞ്ഞത്, x1 എന്നൊരു വെർട്ടിക്കൽ ലൈൻ വരക്കുക, y2 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക. എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ആ പോയിന്റ് ആണ് 1 2 എന്ന് പറയുന്ന പോയിന്റ്. 2 0 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ പോയിന്റ് എവിടെ ഉണ്ടാവും, x ആക്സിസിൽ ഉണ്ടാവും. കാരണം y coordinate is 0 means that point will be on the x axis. So 2 0, this is the point on the x axis. So 3 0, that point is again on the x axis. So 4 2, where is 4 2, this is the 4 2. And what is the last point, 5 6. 5 corresponding value 6 എന്ന് കിട്ടി. ഇങ്ങനെ നമ്മൾ ഗ്രാഫിനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സിംഗിൾ സ്മൂത്ത് കർവ് ആയിട്ടാണ് ജോയിൻ ചെയ്യുക. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വരുന്നൊരു സംശയം എവിടെയെന്നറിയോ, 2 0 3 0 എന്നുള്ള പോയിന്റ് ഉണ്ട് അല്ലെ, അതായത് ഈ രണ്ട് പോയിന്റ്സ് നമുക്കുണ്ട്. അപ്പൊ ഗ്രാഫ് വരക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളിതാ ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നു, ജോയിൻ ചെയ്തിട്ട് നമ്മുടെ എക്സ് ആക്സിസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ എത്തിയപ്പോ 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയല്ലേ ഇത് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിട്ടല്ലേ പോകേണ്ടത്, ഇതെങ്ങനെയാ താഴോട്ട് വന്നെന്ന് വിചാരിക്കും അല്ലെ. താഴോട്ട് വരുന്നതെന്ന് വെച്ചാൽ മക്കൾ നമ്മൾ ആലോചിക്കേണ്ടത് 2ന്റെയും 3ന്റെയും ഇടയിൽ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. 2.1 ഉണ്ട്, 2.2 ഉണ്ട്, 2.3 ഉണ്ട്. അപ്പൊ ആ വാല്യൂസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് p of x ഒരു വാല്യൂ കിട്ടും, ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് p of x നെഗറ്റീവ് വാല്യൂ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് p of x നെഗറ്റീവ് വാല്യൂ കിട്ടുന്ന കാണാം. ആ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നതുകൊണ്ട് ഗ്രാഫ് എപ്പോഴും ഈ പോയിന്റ് നിന്ന് താഴോട്ട് പോയി പിന്നെ y-ന്റെ വാല്യൂ പതുക്കെ മുകളിലോട്ട് വരും. ഓക്കെ, നെഗറ്റീവായിട്ട് കുറഞ്ഞ് 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 ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ നല്ലോണം കുറയും. പിന്നെ ഈ കുറഞ്ഞ പോയിന്റിന് പിന്നെയും കുറച്ച് വാല്യൂസ്, y-ന്റെ വാല്യൂസ്, അതായത് p of x ന്റെ വാല്യൂസ് കൂടി കൂടി വരുന്ന കാണാം. ഓക്കെ, നിങ്ങൾ 2.1 2.2 2.3 2.4 അങ്ങനെ 3 വരെ നിങ്ങൾ ഓരോന്ന് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് p of x ന്റെ വാല്യൂ മാറി വരുന്ന കാണാൻ പറ്റും. അങ്ങനെയാണ് ആ പോയിന്റ്സ് ഒക്കെ വേണം നമുക്ക് ജോയിൻ ചെയ്യാം. അതൊക്കെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, so this is a kind of U-shaped graph and which is called a parabola. Okay, parabola അല്ലെങ്കിൽ parabola എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ വരയ്ക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫിന്റെ ഈ ഷേപ്പിനെ വിളിക്കുന്ന പേര് പാരബോള എന്നാണ്. ആക്ച്വലി ഈ പാരബോളക്ക് ഒരു ഷേപ്പിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. എന്താണെന്നറിയോ, ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, എക്സിന് 1 കൊടുത്തപ്പോൾ y-ന്റെ വാല്യൂ 2 ആയിരുന്നു. അതുപോലെ ഇപ്പുറത്ത് എക്സിന് 4 കൊടുത്തപ്പോഴും y-ന്റെ വാല്യൂ സെയിം 2 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ എക്സ് 0 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 6 കിട്ടി. അപ്പുറത്ത് നിങ്ങൾക്ക് എക്സിന് 5 കൊടുത്തപ്പോഴും സെയിം 6 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നോക്കിക്കോ, ഈ താഴെ ഞാൻ പറഞ്ഞില്ലേ y-ന്റെ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂലേക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലോട്ടേക്ക് y-ന്റെ വാല്യൂ ഒരേപോലെയാണ് കൂടി കൂടി വരിക. എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഒരു കത്തിയോ മറ്റോ എടുത്തിട്ട് ഇതിന് കൃത്യമായിട്ട് 2 ഈക്വൽ പാർട്ടായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പറയാം ഇതൊരു സിമെട്രിക്കൽ ഗ്രാഫ് ആണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കും കേട്ടോ, +1 +2 പഠിക്കും. എന്തായാലും ഈ പാരാബോള ഷേപ്പ് എന്താണ്, ഒരു സിമെട്രിക്കൽ ഗ്രാഫ് ആണ്. സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറവും സെയിം വാല്യൂസ് കിട്ടുന്നത്. ഇതൊന്നും ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാനുള്ളത്, നമ്മൾ ലീനിയർ പോളിനോമിയൽ ചെക്ക് ചെയ്ത സമയത്ത് എത്ര സീറോസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഓൺലി 1 0 യു ഗോട്ട് റൈറ്റ്. പക്ഷേ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് എത്ര എണ്ണം നമുക്ക് കിട്ടിയത്, ഈ പെർട്ടിക്കുലർ പോളിനോമിയൽ നിങ്ങൾക്ക് 2 സീറോസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, x is equal to 2 and x is equal to 3. So in the case of a quadratic polynomial, if you are considering any kind of a quadratic polynomial, you will get maximum 2 numbers of zeros. Okay, ഇവിടെ ഈ എക്സാമ്പിൾ 2 and 3 ആയി, വേറെ പോളിനോമിയൽ വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സ് ആയിരിക്കും അതിൽ സീറോസ് ആയിട്ട് വരിക. എന്തായാലും ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ മാക്സിമം നിങ്ങൾക്ക് 2 സീറോസ് കിട്ടും. അപ്പൊ ഈ ആക്ച്വലി ഈ സീറോസും അതുപോലെ തന്നെ ആ പോളിനോമിയലിന്റെ ഡിഗ്രിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം. അതായത് 2 സീറോസ് അല്ലേ ഇവിടെ കിട്ടിയത്, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയായിരിക്കും നമ്മൾ പറഞ്ഞേ, 2 അല്ലേ. അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഡിഗ്രി 2 ആയതുകൊണ്ട് തന്നെ അവിടെ മാക്സിമം നിങ്ങൾക്ക് 2 സീറോസ് കിട്ടും. ലീനിയർ പോളിനോമിയൽ ആലോചിച്ച് നോക്കിയേ, ലീനിയർ പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആയിരുന്നു,
അവിടെ നിങ്ങൾക്ക് കിട്ടിയ നമ്പർ ഓഫ് സീറോസും എത്രയാണ് 1 ആണ്. സോ ഓൾവേസ് നമ്പർ ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ is equal to the degree of the polynomial. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതി വെക്കുക. ഓക്കെ, the number of or the maximum number of zeros of a polynomial is equal to the degree of that particular polynomial. It means നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യൂബിക് പോളിനോമിയൽ, നമ്മൾ നേരത്തെ കുറെ പേര് വിളിച്ചില്ലേ, ക്യൂബിക് പോളിനോമിയലിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. അത് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്തായാലും അത് എക്സ് ആക്സിസിന് എത്ര പോയിന്റിൽ കട്ട് ചെയ്യും? 3 പോയിന്റിൽ കട്ട് ചെയ്യും. ഈ പോയിന്റ് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. പരാബോള എത്ര പോയിന്റിൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്തിട്ടുണ്ട് നോക്ക്. ഈ ഗ്രാഫ് നേരെ വന്ന് എക്സ് ആക്സിസിന് ഇതാ ഈ ഒരു പോയിന്റിൽ കട്ട് ചെയ്തില്ലേ? അതുപോലെ തന്നെ തിരിച്ച് താഴെ വന്ന് പിന്നെയും മുകളിലോട്ട് കയറി പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഒരു പോയിന്റിൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്തു. സോ ദിസ് പാരാബോള cuts this particular x axis at 2 points. So if you are plotting the graph of a cubic polynomial, definitely it will cut the x axis at 3 points. Okay, so അതിന്റെ ഡിഗ്രി 4 ഉള്ള വേറൊരു പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ പേരുണ്ടോന്ന് വെച്ചാൽ പേരൊക്കെ ഉണ്ട്. ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒക്കെ നമുക്ക് അതിനെ വിളിക്കാം. അതിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഡിഗ്രി 4 ഉള്ള ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രാഫ് വരച്ചാൽ അത് നിങ്ങളുടെ എക്സ് ആക്സിസിനെ 4 പോയിന്റ്സിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഓക്കെ, ഇതൊരു ജനറൽ പോയിന്റ് ആണ്. ആ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് പഠിക്കണം. ദ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ is equal to the degree of the polynomial. Again, I am stressing the point, the maximum number of zeros. Okay, a word importance in the maximum number of zeros is equal to degree of the polynomial. It means there is something called the minimum, right? Maximum number of zeros means, so what about the minimum number of zeros? Let's see in the next class. Okay, thank you.